ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് മഴത്തുള്ളിയാണ്. അതായത് നമ്മൾ പറയാറുള്ള ഡ്യൂ ഡ്രോപ്പ് അങ്ങനത്തെയുള്ള ചെറിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ക്യാൻവാസ് ഷീറ്റാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ഷീറ്റോ ക്യാൻവാസ് ക്ലോത്തോ അല്ലെങ്കിൽ ആക്രിലിക് പേപ്പർ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് ആദ്യം തന്നെ ഞാനൊരു മാസ്കിംഗ് ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്യുകയാണ്. ആദ്യം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന കളേഴ്സ് 2-3 ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡും അതുപോലെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ സാപ്പ് ഗ്രീൻ, അതുപോലെ ഒരു ഡാർക്ക് ഗ്രീൻ, അതുപോലെ ഒരു ലൈറ്റ് ഗ്രീനും അതിൻ്റെ കൂടെ ഒരു ടർക്കോയ്സ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടർക്കോയ്സ് ബ്ലൂ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ റഷ്യൻ ബ്ലൂ ഷെയ്ഡും യൂസ് ചെയ്യാവുന്നതാണ്. ബേസിക്കലി ആ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡെപ്ത്ത് കൊണ്ടുവരാമെന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുശേഷം ഈ എല്ലാ കളേഴ്സും റാൻഡംലി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് അങ്ങ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കോട്ടിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില പെയിൻറ്റൊക്കെ കുറച്ച് തിന്നായിരിക്കും. അപ്പോൾ ബ്രഷിൻ്റെ സ്ട്രോക്സൊക്കെ വളരെ വിസിബിളായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി വൺസ് ഓരോ കോട്ടിന് ശേഷം ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ടും കൂടെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഇടയ്ക്കിലത്തുള്ള ആ ഒരു ബ്രഷിൻ്റെ ആ സ്ട്രോക്സൊക്കെ കവറപ്പ് ചെയ്ത് പോകും. വൺസ് ഡ്രൈ ആയിട്ട് വേണം സെക്കൻഡ് കോട്ട് കൊടുക്കാൻ. അപ്പോൾ ചില പെയിൻറ്റ്സിനൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. ചില ട്യൂബിൽ വരുന്ന പെയിൻറ്റ്സ് ആണെങ്കിലും ബോട്ടിലിൽ വരുന്ന പെയിൻറ്റ്സ് ആണെങ്കിലും ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഡയറക്റ്റ്ലി ട്യൂബിൽ നിന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇതേമാതിരി പാച്ചി ആയിട്ട് ചിലപ്പോൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു കോട്ടല്ല 2-3 കോട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല സോളിഡായിട്ടിരിക്കും. വൺസ് ബാക്ക്ഗ്രൗണ്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു ലീഫ് വരയ്ക്കാം. ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ ഇടുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ഈ ലീഫിൻ്റെ പോർഷൻ വിട്ടിട്ട് ബാക്കി സൈഡിൽ വരയ്ക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഫിൽ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ലീഫ് വരയ്ക്കാം. അപ്പോൾ വൺസ് അങ്ങനെ ലീഫ് വരയ്ക്കുമ്പോൾ ലീഫ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വൈറ്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന കളേഴ്സ് എവിഡൻ്റ് ആയിട്ട് കാണുള്ളൂ. അല്ലാതെ ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ഗ്രീനിൻ്റെ മുകളിൽ യെല്ലോ ഷെയ്ഡ് കൊടുത്ത ആ യെല്ലോ അത്ര ബ്രൈറ്റനായിട്ട് കാണില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1-2 കോട്ട് വൈറ്റ് പെയിൻറ്റ് കൊടുക്കുക. അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം ലീഫിൻ്റെ പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആദ്യം ബേസായിട്ട് യെല്ലോ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഈ യെല്ലോ ഷെയ്ഡ് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇലയുടെ എഡ്ജിലായിട്ട് ജസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഡീറ്റെയിലിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ യെല്ലോ ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നതുകൊണ്ട് ആ യെല്ലോ ആയിട്ട് ആ ഓറഞ്ച് ഷെയ്ഡ് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് പോകും. അങ്ങനെ ലീഫിന് ചുറ്റും നമുക്ക് ചെയ്യാം. അതിനുശേഷം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഞാനിവിടെ ബേൺസൈൻ എടുത്തിരിക്കുന്നത്. ബേൺസൈൻ വെച്ചിട്ട് ഇലയുടെ എഡ്ജസിലായിട്ട് ചെറിയ രീതിയിൽ ഡീറ്റെയിലിങ് കൊടുക്കാം. ഈ ലീഫിൻ്റെ എഡ്ജിലൊക്കെ നമ്മൾ ഈ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുമ്പോൾ കുറച്ച് തിൻ ബ്രൗൺ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ആ ലീഫിന് ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റും. മൊത്തത്തിലൊരു പഴുത്ത ഒരു ഇലയുടെ ഒരു എഫക്റ്റ് കൊണ്ടുവരാനാണ് ഈ 3 ഷെയ്ഡും യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പൊതുവേ ഈ ഗ്രീൻ ലീഫിനേക്കാളും കുറച്ചും കൂടി ഇതേമാതിരി ഒരു മഞ്ഞിച്ചൊരു ലീഫാണ് കൂടുതലും ഇഷ്ടം. ഈ ഓട്ടം സീസണിലൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു യെല്ലോയിഷ് കൈൻഡ് ഓഫ്, അതായത് വാടി തുടങ്ങുന്ന ഒരു ഇല. ആദ്യം ഒരു മഞ്ഞ കളറാവും, പിന്നെ അത് പതുക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡാവും, പിന്നെ അതൊരു റെഡ് ഷെയ്ഡാവും, പിന്നെ പതുക്കെ ബ്രൗൺ ആയിട്ട് അതങ്ങ് ഉണങ്ങിപ്പോവുക ചെയ്യുക. ആ ഒരു ട്രാൻസിഷൻ കാണാൻ നല്ല രസമാണ് ഈ ഓട്ടം സീസണിലൊക്കെ. അപ്പോൾ എനിക്ക് പൊതുവേ ഈ ഒരു കളർ ഷെയ്ഡാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനത്തെ ഇലയാണ് ഇഷ്ടം? പച്ച കളറുള്ള ഇലയാണോ അതോ വാടി തുടങ്ങിയ ഇലയാണോ ഇഷ്ടം? എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞാനൊരു ബേൺഡ് അംബർ ഷെയ്ഡ് വെച്ചിട്ട് ഈ ഇലയ്ക്ക് ചെറിയൊരു തണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഈ ഇലയ്ക്കുള്ള വെയിൻസൊക്കെ വരയ്ക്കുന്നത്. തിൻ ബ്രൗൺ ബ്രഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം അതിൻ്റെ വെയിൻസൊക്കെ വരയ്ക്കാൻ. അപ്പോൾ അധികം ഡാർക്കായിട്ടൊന്നും വേണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞാൽ ആ ഒരു തിൻ വെയിൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി വരയ്ക്കാൻ പോകുന്നത്. നമ്മളിനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരയ്ക്കാൻ പോവുകയാണ്. സത്യം പറയുകയാണെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിലൊരു തിൻ ബ്രഷും അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പെയിൻറ്റും കൂടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ചിലർക്കൊക്കെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ, പക്ഷേ അതിൻ്റെ ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ഞാനിതിന് മുമ്പ് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വെച്ചിട്ടുള്ളൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രഷ് വെച്ചിട്ട് ഒരു വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബ്രഷ് നന്നായിട്ട് കഴുകി ആ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങ് ബ്ലെൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ എഫക്റ്റ് വരും. അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഒരു സി ഷേപ്പിൽ നമുക്ക് വൈറ്റ് പെയിൻറ്റ് കൊണ്ട് വരയ്ക്കാം. അതിനുശേഷം അതിൻ്റെ എഡ്ജസിൽ ഒരു വെറ്റ് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തണ്ടിൻ്റെ കൊടുത്തിട്ടുള്ള ആ ഒരു ബേൺഡ് അംബർ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സി ഷേപ്പിന് തൊട്ട് താഴെ നിന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആ വാട്ടർ ഡ്രോപ്ലെറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിക്കും. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ വേണം നമ്മൾ പെയിൻറ്റിങ് കാണാൻ. അടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിലിങ്ങും അതിൻ്റെ ആ റഫ്നെസ്സും എല്ലാം കാണാൻ പറ്റും. പക്ഷേ ലോങ് ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഡ്രോപ്പ് കിടക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് കുറേ നാൾ മുമ്പ് ഞാൻ നീലത്താമര നീലത്താമര പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതേമാതിരി കുറേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കുറച്ചും കൂടെ ഒരു സിമ്പിൾ മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടെ ഒരു എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയുള്ളത് വളരെ എളുപ്പമുള്ള പ്രൊസീജിയറാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡോ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡോ കുറച്ചധികം വെള്ളത്തിൽ അങ്ങ് ഡൈല്യൂട്ട് ചെയ്ത് വിടുക. എന്നിട്ട് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ബൊക്കെ എഫക്റ്റ് കൊണ്ടുവരിക. ബാക്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് ഉള്ള പോലെ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെയധികം വെള്ളം ചേർത്തിട്ടുള്ള ഒരു ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും. സോളിഡായിട്ട് കിട്ടുകയും വേണ്ട, ഒരു ട്രാൻസ്ലൂസൻറ്റ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് വെള്ളം നന്നായിട്ട് ചേർക്കുന്നത്. അവിടെ ഇവിടെയും ചെറിയൊരു രീതിയിൽ വട്ടത്തിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ വൺസ് എല്ലാ ഭാഗത്തും ഇതേമാതിരി ഒരു പല കളേഴ്സിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെമൺ യെല്ലോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് വൈറ്റ് പെയിൻറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഡൈല്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്കൊരു മൊത്തത്തിൽ ആ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് മാറി എന്തൊക്കെയോ എലമെൻ്റ് ഉള്ള പോലെ ഒരു ഫീലിംഗ് നമുക്ക് പെയിൻറ്റിങ്ങിന് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി പെയിൻറ്റിംഗ് ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വർക്ക്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മെയിൽ വഴി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.